നമസ്കാരം സർ. എമ്പുരാനാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും എമ്പുരാനാണ്. എമ്പുരാനിൽ സുരേഷ് ഗോപിക്ക് സിനിമയുടെ അവസാനം ഒരു താങ്ക്സ് കാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എമ്പുരാനുമായുള്ള വിവാദങ്ങളിലൊന്നും സുരേഷ് ഗോപി വ്യക്തമായൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഒരു തരത്തിൽ എമ്പുരാൻ സിനിമയുടെ സംവിധായകൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അതിന്റെ റൈറ്ററോ ആരെങ്കിലുമൊക്കെ അതിവിദഗ്ധമായി സിനിമയിൽ അഭിനയിച്ചവരോ സിനിമയ്ക്കൊപ്പം നിന്നവരെയോ പറ്റിച്ചു എന്നൊരു പൊതു അഭിപ്രായം ഉയരുന്നുണ്ടോ? ഈ വിഷയത്തിലുള്ള ഒരു നിലപാടും വിശകലനവും ഒക്കെ എന്താണ്? ഈ സിനിമയെ പറ്റി ഇപ്പം സിനിമ രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ടല്ലോ. സിനിമ ഇപ്പം പ്രദർശനം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴും അപ്പോൾ സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ വരുന്നുണ്ട്. സംഘപരിവാർ അതിനകത്ത് കൃത്യമായ ഒരു അജണ്ടയോട് കൂടിയാണ് ഈ പടം ചെയ്തിരിക്കുന്നത് എന്ന് RSSും വിശ്വ പരിഷത്തും ഒക്കെ പറയുന്ന ഒരവസ്ഥയും, എന്നാൽ BJP അതിനകത്ത് വ്യക്തത വരുത്തി പറയാതെ പോകുന്ന ഒരു അവസ്ഥയും ഉണ്ട്. അല്ലെങ്കിൽ സിനിമയല്ലേ, അത് കാണട്ടെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ എന്നൊക്കെയാണ് ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. പക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ പടം കാണാൻ തയ്യാറായിട്ടില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ ഈ പടം കാണുമ്പോൾ അത് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിലുടനീളം ചർച്ചയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് അദ്ദേഹം പടം കാണാത്തത്. അതിനു മുമ്പ്, പടം ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെയായിരുന്നില്ല. ഇതിനകത്ത് ഈ ചോദിച്ച പോലെ പൃഥ്വിരാജ് വളരെ കൃത്യമായിട്ട് ആൾക്കാരെ പറ്റിച്ചോ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു അർത്ഥമില്ലായികയില്ല. കാരണം അതിനകത്ത് ഈ ഒരു പടത്തിന്റെ തീം പ്രധാനമായിട്ടും അറിയേണ്ടത് ഒരു പക്ഷേ സംവിധായകനും അല്ലെങ്കിൽ തിരക്കഥാകൃത്തും മെയിൻ നടനും അല്ലെങ്കിൽ അതിന്റെ ആ പടത്തിന് പൈസ മുടക്കുന്ന ആളും ഒക്കെയാണ്. പൈസ മുടക്കിയ ഗോകുലം ഗോപാലിന് ഏറ്റവും അവസാനമാണ് ഇതിനകത്ത് വന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും മോഹൻലാൽ പടത്തിനകത്ത് ഈ പടത്തിന്റെ കഥ കേൾക്കാതെയും തീം അറിയാതെയും വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മുരളി ഗോപി ആയിരിക്കുമല്ലോ കഥയും തിരക്കഥയും തയ്യാറാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന് അതിനകത്ത് തീം അറിയാൻ സാധിക്കും. അപ്പം അവരെ പറ്റിച്ചു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഇവിടുത്തെ BJP-ക്കാരും അല്ലെങ്കിൽ RSSകാരും ഒക്കെ ഈ പടത്തിനകത്ത് വലിയ പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരുന്നതാണ്. മോഹൻലാലിന്റെ പടമാണ്, ആ പടം വലിയ വിജയത്തിലെത്തിക്കണം, വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണെന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കും. മാധ്യമങ്ങളുടെ കൂടെ തന്നെ അതിന് ഒരു പിന്തുണ മോഹൻലാൽ ഒരുപക്ഷെ ഈ പറയുന്ന BJP പിന്തുണക്കാരനാണ് എന്നുള്ള ധാരണയിലും അല്ലെങ്കിൽ BJP-യുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സംഘപരിവാറിന്റെ ആളാണെന്നൊക്കെ ധരിച്ചാണ്. അത് മുരളി അല്ലെങ്കിൽ ഈ മുരളി ഇതിന്റെ തിരക്കഥാകൃത്തിനും അല്ലെങ്കിൽ അതേ പരിവേഷം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഗോകുലം ഗോപാലിനും ആ പരിവേഷത്തിനകത്ത് കുറവൊന്നും ഉള്ള ആളല്ല. ഗോകുലം ഗോപാലിന് അവസാനം വന്ന് ചേർന്നെങ്കിൽ. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന രാജപ്പൻ എന്നറിയപ്പെടുന്ന നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ആൾ ഈ രണ്ടാമത്തെ ഒരു പടം വലിയ ബിഗ് ബഡ്ജറ്റ് പടമായിട്ട് ഇറക്കിയിട്ട് ഇത്രയും വലിയ ചർച്ചയാക്കിയിട്ട് കൊണ്ടുവന്ന് പടം സ്ക്രീനിൽ വരുമ്പോൾ മാത്രമാണ് അതിനകത്ത് ഈ പറയുന്ന പൃഥ്വിരാജിന്റെ കൃത്യമായ ഒരു അജണ്ട അല്ലെങ്കിൽ ആ സിനിമയ്ക്കകത്തെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുടനീളം 2002 തൊട്ട് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിലേക്കുള്ള ഒരു കലാപം, അല്ലെങ്കിൽ വളരെ കൂടുതൽ കലാപത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ കലാപവും കൂട്ടിയോജിപ്പിച്ച് അല്ലെങ്കിൽ ആ കലാപം ആദ്യം തൊട്ട് ഗോദ്ര ട്രെയിൻ തികപ്പ് കേസിന്റെ കലാപം തൊട്ട് പറയുന്നതിന് പകരം അവർക്ക് ആവശ്യമുള്ള രീതിയിൽ, അതായത് ഇതുവരെ ആ കലാപം എങ്ങനെ പറഞ്ഞിരുന്നു ചില ആൾക്കാർ, അല്ലെങ്കിൽ എങ്ങനെ അവതരിപ്പിച്ചിരുന്നു, ആ കലാപം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ കലാപം ഹിന്ദുക്കൾ മുസ്ലിം ഹത്യക്ക് വേണ്ടി ഉപയോഗിച്ചാണ്, മുസ്ലിങ്ങളുടെ കൂട്ടക്കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ചാണെന്നുള്ള ഒരു വ്യാഖ്യാനം വീണ്ടും പുനരാവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. അപ്പം ഇതിനകത്തെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ DYFI പറയുന്നു എല്ലാ പിന്തുണയുമുണ്ട്, CPM പടം നട്ടലുള്ളവനാണ് എടുത്താൽ, കോൺഗ്രസ്സുകാരൻ ഈ സമയത്തും BJP-യുടെ അതിപ്രസരം കേന്ദ്രത്തിലുള്ളപ്പോൾ ഇത്തരത്തിലൊരു പടം എടുക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിന് നന്ദിയൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് അന്ന് ഈ ആദ്യം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ 2014 ആദ്യമേ BJP നരേന്ദ്രമോദിയെ വെച്ച് ഇലക്ഷനെ നേരിടാൻ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചപ്പോൾ, ഇപ്പൊ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വിഷ്ണുനാഥ് പറഞ്ഞ ഒരുപാടുമില്ലല്ലോ, ഈ ഒരു നരഭോജിയാണല്ലോ ഇലക്ഷനെ നേരിടാൻ വന്ന് ഈസി ആയിട്ട് അങ്ങ്
പൊക്കോളും, അല്ലെങ്കിൽ ഈസി ആയിട്ട് അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് പറയുകയും അവർ ഈ വിഷയം വെച്ച് തന്നെ ഇന്ത്യയിലുടനീളം പ്രചരണം നടത്തുകയും വളരെ വലിയൊരു പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പലവട്ടം ഈ കഥ പറഞ്ഞു നോക്കി. ഇപ്പോഴും ഈ പറഞ്ഞ എമ്പുരാനിൽ കൂടെ പൃഥ്വിരാജ് പറയുമ്പോഴും അത് ശരിയാണെന്ന് ഏറ്റെടുക്കുമ്പോൾ ഈ പദ 2002 തൊട്ട് ഈ പറയുന്ന 2025 വരെ എത്ര വട്ടം ആവർത്തിച്ചിട്ടുണ്ടോ അത്രയും വട്ടം എന്താണ് ഗുജറാത്തിൽ 2002 നടന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യുകയും ഗുജറാത്ത് കലാപം ഉയർത്തി കാണിക്കുന്നത് അതുവരെ പല കലാപങ്ങളും ഉണ്ടായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്ത് അതിനകത്തൊരു പ്രത്യേക അജണ്ട വെച്ച് ആണ് കലാപം ഉയർത്തി കാണിക്കുന്നതെന്നും ആ കലാപത്തിനകത്ത് സത്യാവസ്ഥയല്ല വെളിയിൽ കൊണ്ടുവരുന്നതെന്നും ആ കലാപത്തിനകത്ത് ഒരു പ്രത്യേകം തിരക്കഥ എന്നും തയ്യാറാക്കിയിട്ടുണ്ട് എന്നും അത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്നും ഇവിടുത്തെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് ആരാണ് ആ കലാപം ഒരുക്കിയത് അവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ കൊടുത്ത സമയത്ത് പോലും വീണ്ടും ഈ പറയുന്ന BBC-യെ ഒക്കെ മറികടന്ന് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംവിധായകനും നടനുമായിട്ടുള്ള പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ, അല്ലെങ്കിൽ അതിനകത്ത് ആദ്യം എഴുതി കാണിക്കുന്നത് ഗുജറാത്ത് കലാപം നടന്നത് നമ്മുടെ ഗുജറാത്ത് കലാപം നടന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് ടൂറിസത്തിനും സുരേഷ് ഗോപിക്കും ഒക്കെ നന്ദിയാണ് പറയുന്നത്. സുരേഷ് ഗോപി അവർ സമീപിച്ചു കാണും, അദ്ദേഹം ഒരു നടൻ എന്നുള്ള രീതി, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തു കാണും. പുള്ളി അതിന്റെ അകത്തെ കഥ കേൾക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രിവ്യൂ കാണാനോ ഒന്നും പോയിട്ടുണ്ടാവത്തില്ല. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പിന്നെ ഗുജറാത്തിൽ ഇതിനു വേണ്ടി ഒരു പടം അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അതിന്റെ വേണ്ട സഹായം ഗുജറാത്ത് സർക്കാരും ചെയ്തു കൊടുത്തതാണ്. അവർക്കും കഥയുടെ ഒരു തീമൊന്നും അറിയാൻ പറ്റത്തില്ല. ആർക്കായാലും ആ സിനിമ ഇറങ്ങുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ജയകുമാർ എന്ന് പറയുന്ന RSSകാരൻ ഇന്നലെ വേറെ വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന സിനിമയ്ക്കകത്തെ കഥ വെളിയിൽ വന്നപ്പോൾ അതിനകത്ത് ആക്ഷേപമുണ്ട്, അതല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് ആ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ നാട്ടുകാർക്ക് കഴിഞ്ഞപ്പോഴും അതിന്റെ സെൻസർ ബോർഡിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് സെൻസർ ബോർഡ് BJP നിയമിച്ചിരിക്കുന്ന സെൻസർ ബോർഡ് ആയിരിക്കുമല്ലോ അതിനകത്ത് വന്നത്. അപ്പം നാട്ടുകാർ അത്തരത്തിൽ പറയുന്നതിനകത്ത് കുറ്റം ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഇന്നലെ നന്ദകുമാർ എന്ന് പറയുന്ന RSSന്റെ ഏറ്റവും വലിയ സൈദ്ധാന്തിക നേതാവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാര്യം കുഞ്ഞനന്തനെ വെള്ളപൂശി ഇറക്കിയിരിക്കുന്നു എന്നാണ്. വാര്യം കുഞ്ഞനന്തനെ എമ്പുരാൻ എന്നുള്ള രീതിയിൽ ഇറക്കിയിരിക്കുന്നു എന്നാണ്. അതായത് ഇതിനകത്ത് ഈ ഒന്ന് ഗുജറാത്ത് കലാപവും, വാര്യൻ കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ഒരു കലാപകാരിയുടെയും കാര്യം എടുത്ത് പുറത്തിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് സംഘപരിവാർ ഇത് അല്ലെങ്കിൽ ഈ സിനിമ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ 100 കൊല്ലം മുമ്പ് ഈ പറയുന്ന മലപ്പുറത്ത് നടന്ന ഒരു കലാപം അത് കൃത്യമായിട്ടുള്ള ഒരു ഹിന്ദു ഹത്യയായിരുന്നെന്നും, അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന കലാപം ഒരു പ്രത്യേക തിരക്കഥ തയ്യാറാക്കി ട്രെയിനിനകത്ത് കർസേവ കഴിഞ്ഞ് വന്ന ഈ സന്യാസിമാരെ അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള ഹിന്ദുക്കളെ കൊന്നത് മറച്ചു പിടിച്ചുകൊണ്ട് ഗുജറാത്ത് കലാപത്തെ അതും ഹിന്ദുവിനെതിരെയുള്ള ഒരു നീക്കം ആണ് എന്ന് വീണ്ടും ആവർത്തിക്കുന്നതിനും ഇതിനകത്ത് തർക്കമുള്ളവരിലേക്ക് ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വളരെ കൃത്യമായിട്ട് പറയുന്നതിന് വേണ്ടി BJP ഇത് ഉപയോഗിക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഈ പൃഥ്വിരാജ് ഈ സിനിമയുടെ കെയർ ഓഫിൽ ആരെയൊക്കെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ തീം വെളിയിൽ വരുന്നത് വെച്ച് ഇതായിരുന്നില്ല ഈ സിനിമയുടെ തീം എന്ന് വിചാരിച്ചിരുന്നവരെ ഒരുപക്ഷെ സംഘപരിവാരകാരെയും അല്ലെങ്കിൽ അതിനകത്ത് സഹായം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സഹായിച്ചിട്ടുള്ള സുരേഷ് ഗോപിയും അല്ലെങ്കിൽ ഗുജറാത്ത് ഗവൺമെന്റിനെയും ഒക്കെ പറ്റിച്ചതുപോലെ ഈ സംഘിയെ ചാരി സുഡാപ്പിയെ അടിക്കുന്ന ഒരു സിനിമയാണോ എന്ന് പോലും നമ്മൾക്ക് വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ സിനിമ ചർച്ചയാകുമ്പോൾ, ഈ സിനിമ വിവാദമാകുമ്പോൾ ഈ സിനിമയുടെ ഗുണം വീണ്ടും BJPക്ക് തന്നെ ലഭിക്കാനാണ് സാധ്യത. BJPക്കെതിരെ ഈ പറയുന്ന പല അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ BJP ഗുണമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വളരെ പുറകോട്ട് കേരളത്തിൽ പരിശോധിക്കുമ്പോൾ ആദ്യമേ BJPക്കെതിരെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഈ ഗോവധ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്. ഗോവധ നിരോധനം എന്ന് പറയുന്ന സാധനം BJPക്ക് മുമ്പ് ഈ ഗോമാതാവിനും അല്ലെങ്കിൽ പശുവിനും ഒക്കെ വളരെ കൃത്യമായ പൊളിറ്റിക്സ് ഉള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് നിരോധിച്ചിരുന്നപ്പോൾ ഏതാണ്ട് 4-5 സംസ്ഥാനങ്ങൾ മാത്രമാണ് അന്ന് ഈ പറയുന്നത് പോലെ BJP നിരോധിച്ചു. അത് എടുത്ത് ചർച്ചയാക്കി കേരളത്തിൽ കൊണ്ടുവന്ന് അന്ന്
ഇവിടെ തുടങ്ങിയ ധ്രുവീകരണം, അല്ലെങ്കിൽ ഇത് ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ധ്രുവീകരണം, അല്ലെങ്കിൽ ബി ജെ പി പറയുന്നത് പോലെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് ബി ജെ പിയെ കൊണ്ടുവരുന്നതിന് സാധിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ പല വിഷയങ്ങളും ഇവർ ഏറ്റെടുക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ട് ബി ജെ പി ഓരോ വിഷയങ്ങൾ കൊണ്ട് ഇട്ടുകൊടുക്കുകയും അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും വളരെ കൃത്യമായിട്ടൊരു ധ്രുവീകരണം ഉണ്ടാക്കുകയും ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. അത് തന്നെയാണ് ഗുജറാത്ത് കലാപം കൂടി നമുക്ക് മനസ്സിലാവുന്നത്. ഗുജറാത്ത് കലാപം ചർച്ചയാകുമ്പോൾ യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ സംഭവിച്ചത് എന്ത്, അല്ലെങ്കിൽ ഇപ്പം ഈ കേരളത്തിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇവിടെ വാര്യം കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ആളിനെ വെച്ച് സിനിമ എടുക്കുന്നതിന് അഭിനയിക്കാൻ നിന്നതും അതിന്റെ പുറകിൽ നിന്നിരുന്ന ആഷിഖ് കപൂർ എന്ന് പറയുന്ന സംവിധായകൻ അതിന്റെ പുറകിൽ ആ സിനിമ ഇറക്കുന്നതിന് വേണ്ടി നിന്നിരുന്ന ആൾക്കാരെയും ഒക്കെ വളരെ കൃത്യമായിട്ട് വീണ്ടും വ്യക്തത വരുത്തി വെളിയിൽ കൊണ്ടുവരുന്നതിനും ആ വാര്യം കുഞ്ഞനന്തൻ എന്ന് പറയുന്ന സിനിമയുടെ അജണ്ട പാസ്സാവാതെ വന്നപ്പോൾ മറ്റൊരു രീതിയിലേക്ക് ആ സിനിമ പൃഥ്വിരാജ് വളരെ കോടിക്കണക്കിന് രൂപ മുടക്കി എടുത്തിട്ടുള്ളതാണെന്നും പറഞ്ഞു വെക്കുന്നതിനും, അല്ലെങ്കിൽ അതാണ് ശരിയെന്നും തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സിനിമയുടെ ചർച്ച പോകുന്ന ഒരവസ്ഥയുണ്ട്. ഏതായാലും നമ്മുടെ ഈ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവർ തീർപ്പാക്കിയ ഒരു സംഭവം വീണ്ടും കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ ചർച്ചയാക്കുന്നതിനും, അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ ചർച്ചയാക്കി അതിനകത്ത് നിന്ന് ആ സിനിമ വിവാദമാക്കി അതിനകത്ത് നിന്ന് രണ്ട് സൈഡിൽ നിന്നും ഉള്ള ലാഭം കൊയ്യുന്നതിന്, ഒരുപക്ഷെ ഈ സിനിമ ഈ രീതിയിൽ എടുക്കുന്നതിനകത്ത് താല്പര്യം കാണിക്കുന്ന പൃഥ്വിരാജിന് ആരുടെയൊക്കെ സഹായം ഉണ്ടാകാം എന്ന് നമ്മൾ വിചാരിച്ചാൽ തെറ്റില്ല. രണ്ടാമത്, ഈ സിനിമ ഇവിടെ വിവാദമാകുമ്പോൾ ആ സിനിമയ്ക്കകത്ത് വിവാദം എന്തെന്ന് അറിയാൻ കയറുന്നതും, അല്ലെങ്കിൽ ആ സിനിമയെ അനുകൂലിക്കുന്നവർ ആ സിനിമ വിജയിപ്പിക്കാൻ കയറുന്നതുമായിട്ടുള്ള ഒരു സാമ്പത്തിക ഗുണം ഒരുപക്ഷെ പൃഥ്വിരാജ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടായാൽ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ പലവട്ടം പരിശോധിക്കുമ്പോൾ അയാൾ കൃത്യമായ ഒരു അജണ്ടയുടെ ആളാണെന്നും ഈ സിനിമയോട് കൂടി അയാളുടെ അജണ്ട, അല്ലെങ്കിൽ നിഷ്പക്ഷനായിട്ടുള്ള ഒരു പൃഥ്വിരാജിനെ അല്ല ഇനി ഫ്രെയിമിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ മാർക്ക് ചെയ്യാൻ പോകുന്നത്. പൃഥ്വിരാജിന് കൃത്യമായ അജണ്ടയും ഒരു രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. ആ രാഷ്ട്രീയം ഒരുപക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയം ആണെന്ന് പോലും ആരെങ്കിലും വിചാരിച്ചാലും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചർച്ച വന്നാലും ഒക്കെ തെറ്റ് പറയാൻ സാധിക്കത്തില്ല. എനിക്ക് മനസ്സിലാവുന്നത് സുരേഷ് ഗോപി ഇതിന്റെ പുറകിൽ അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം സിനിമാക്കാരനാണ്, അതുകൊണ്ട് സിനിമയ്ക്കകത്ത് ഒരു അഭിപ്രായം അദ്ദേഹം പറയാൻ സാധ്യതയില്ല. എന്നാലും അദ്ദേഹത്തെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പക അദ്ദേഹത്തിന്റെ ഉള്ളിൽ കാണും. ആ പക വെച്ചിട്ട് ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിന് വേണ്ട രീതിയിലുള്ള, അല്ലെങ്കിൽ ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപി തയ്യാറാകും. ഈ സിനിമയ്ക്കകത്ത് എല്ലാരെയും പറ്റിച്ചതുപോലെ സുഡാപ്പികളെയും ഒരുപക്ഷെ പൃഥ്വിരാജ് പറ്റിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഘപരിവാറുകാരെ ചാരി സുഡാപ്പി അടിക്കുക. അത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, പോത്തിനെയും കാളയും കൂടെ ഒരു നുകത്തേക്ക് കിട്ടും, പോത്ത് പെല്ല നടക്കുന്ന ഒരവസ്ഥ വരും. എന്നിട്ട് കാളയെ ഓങ്ങിയിട്ട് പോത്തിനെ അടിക്കും. കാളയെ ഓങ്ങുമ്പോൾ കാളെ ഒന്ന് ആഞ്ഞു കൊടുക്കും. ആ ഒരു ആയവും പോത്തിന് കിട്ടുന്ന അടിയുടെ ആയവും കൂടെ വരുമ്പോൾ നല്ല സ്പീഡിൽ ഉഴുതു മറിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൂട്ടുവാൻ സാധിക്കും. അതേ ഒരു അവസ്ഥയിലാണ് ഇപ്പം പൃഥ്വിരാജ് ഈ പടത്തിന് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും ചർച്ചകൾ കൊഴുക്കുമ്പോൾ, പിന്തുണക്കാർ ഏറുമ്പോൾ, അല്ലെങ്കിൽ അതിന് പ്രതിഷേധക്കാർ ഏറുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ ലാഭം വളരെ കൃത്യമായിട്ട് ബി ജെ പിക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. 2026 ബി ജെ പിക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതിന് വേണ്ടി എമ്പുരാൻ സഹായിക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.